കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ സന്ധ്യയില് അതേപോലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവ് കൃപയ്ക്കായി സ്തോത്രം. നമ്മൾ കാണുവാൻ പോകുന്ന വേദഭാഗം ഫിലിപ്പ് ലേഖനം, ഒന്ന് പത്രോസിന്റെ ലേഖനം, രണ്ടാമധ്യായം. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാക്കുകളുടെ തുടർച്ചയായിട്ടാണ്, വാക്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്. അതിൽ 9ഉം 10ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9ഉം 10ഉം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. താങ്ക് യു. കർത്താവിനെ സ്തോത്രം ചെയ്തപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയിൽ ഞങ്ങളുടെ സന്നിധിയിൽ പതിവ് ദൈവവചനം കേൾക്കുവാനായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളതായ കൃപ ഞങ്ങൾക്ക് പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ വേദഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 2-ാം അധ്യായം 1 തൊട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ So get rid all evil behavior, എല്ലാ ദുഷ്ടതയും, be done with all deceit, ചതിവും, ഹിപ്പോക്രസിയും, ജലസിയും, അതായത് അസൂയയും, all kinds of unkind speech, എല്ലാ തരത്തിലുള്ള നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന ദൈവത്തിന്റെ വചനത്തിലുള്ള നമ്മൾ കേൾക്കുകയായി. അപ്പം വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു സഭ, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരുപാട് തരത്തിലുള്ള ദുരുപദേശങ്ങളും ഒരുപാട് തരത്തിൽ വചനവിരുദ്ധമായ പല പ്രവൃത്തികളും ദൈവസഭയിലേക്ക് കടന്നു വരുന്നു. അതിന് ഒക്കെ നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെഷർ ചെയ്യപ്പെടണം, നമ്മൾ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇതെല്ലാവർക്കും കയ്യടിയും കിട്ടും, മെമ്പർഷിപ്പും കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ അങ്ങ് നിത്യതയിലോട്ട് പോകുന്നില്ല. നിത്യത പോകണമെങ്കിൽ ദൈവവചനത്തിന്റെ ആ അളവിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. സഭകളും വ്യക്തികളും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയെടുക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടുകൊണ്ടിരുന്നത്. അതിന് ശേഷം താഴെ നമ്മൾ കണ്ടത്, അവൻ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വരികയാണ്. അവൻ തന്നെയാണ് മൂലക്കല്ല. അവൻ റിജക്റ്റഡ് ആയിരുന്നു, എന്നാൽ ദൈവം അവനെ മൂലക്കല്ലാക്കിയിട്ട് നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട കല്ലുകൾ നമ്മൾ അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രശ്നം അവിടെ അതൊന്നും അല്ല. നമ്മള് അന്ധകാരത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് അതാണ് നമ്മളിത് കാണുവാൻ പോകുന്നത്. നമ്മളിവിടെ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകളെ പോലെ നമ്മൾ അവനോട് ചേർന്ന് പണിയുകയാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ, നമ്മൾ കണ്ടതുപോലെ, ഇങ്ങനെയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അവരോട് കൂടെ പണിയുക.
അവൻ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നമ്മൾ എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ സന്നിധിയിൽ നമ്മൾ അവനോട് കൂടെ ചേർന്ന് പണിയപ്പെടുകയാണ്. അതാണ് നമ്മൾ എന്ത് കാണുവാൻ കഴിയുന്നത്. ഇത് തന്നെ പല പ്രബോധനങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയുണ്ടായി. 7ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പുറത്ത് തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു എന്ന് നമ്മൾ 7ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് പണിയുന്ന നമുക്കൊരു മാന്യത ദൈവം തരിക, ഒരു മാന്യത. ഓക്കെ, ആ മാന്യത ദൈവം തരുന്നു എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. യെസ്, recognize the honor God has given him. ദൈവസഭയുടെ അംഗങ്ങളായി ഒരുവൻ തീരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു അവനൊരു മാന്യതയുണ്ട്. ആ മാന്യത എന്താണെന്നാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എന്നെടുത്തത്. ആരാണ് നമ്മൾ? ബട്ട് യു ആർ നോട്ട് ലൈക്ക് ദാറ്റ്. 9ാമത്തെ വാക്യം, ഇന്ന് വായിച്ച വാക്യം, നിങ്ങളോ. അപ്പോ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ പറയുമ്പോൾ ഇതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒരു കൂട്ടർ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി മാറിപ്പോയപ്പോൾ ഒരു കൂട്ടർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കാതെ അവിശ്വസ്തരായി മാറി അവർ ഇടറി വീണപ്പോൾ ഇവിടെ എന്നാ മലയാളത്തിലില്ല, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മൾ ഇന്ന് അതാണ് കാണുവാൻ പോകുന്നത്. എന്റെ കൂടെ വചനം എടുത്ത് തരുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചില വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കും, നമ്മൾ ഒരുമിച്ച് പഠിക്കുക. ഒരു മെസ്സേജ്, ഒരു വിഷയം പറഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് റീഡ്. ഓക്കെ, നമുക്കത് വായിക്കണം. Honor in the God's sight. ദൈവം എങ്ങനെയാണ് നമ്മളെ ബഹുമാനിക്കുന്നത്? വിശ്വസിക്കുന്ന നമ്മൾക്ക് മാന്യതയുണ്ട്. ആ മാന്യത നമ്മളിവിടെ കാണുന്നു. അതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. 9ാമത്തെ വാക്യം, ഒരു കൂട്ടർ അവരും മാന്യരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ, അവരെ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ അവർ ആ സ്ഥാനത്ത് വിശ്വസ്തരായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. ഓണർ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ഇത് ആരോടാ പറയുന്നത്? നമുക്കറിയാം, ഓടിപ്പോകുന്ന, ചെതറിപ്പാർക്കുന്ന, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവരോട് പറയാം, നിങ്ങൾക്ക് ആ മാന്യത. സന്ധ്യയിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ദൈവസന്നിധിയിൽ മാന്യരാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഓണറബിൾ പീപ്പിൾ. പക്ഷെ മനുഷ്യൻ നമ്മളിലുള്ള നമ്മുടെ ആകത്തുക മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മാന്യരാണ്, ഓണറബിൾ പീപ്പിൾ. അപ്പൊ ദൈവം മാനിക്കുന്ന അത് ഭയങ്കര കാര്യമല്ലേ. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ്, വലിയൊരു MLA വരുമ്പം നമ്മളെ ഒന്ന് മാനിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പോസ്റ്റ് പറയും പിന്നെ അതിന് ശേഷം. എന്നാൽ അതൊന്നുമല്ല, വലിയവനായ ദൈവത്തിന്റെ മാന്യത നമ്മുടെ ആ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് നിന്ന് ചെല്ലണം. അപ്പൊ നമ്മുടെ എല്ലാവിധമായ അപകർഷതാബോധവും മാറും, എല്ലാവിധമായ നമ്മുടെ ദുസ്സംശയങ്ങളും മാറും. നമ്മൾ ദൈവത്താൽ മാനിക്കപ്പെടുന്നവർ. എന്തുകൊണ്ട്? നാം ക്രിസ്തുവിന്റെ കൂടെ കല്ലുകളായി ചേർന്ന് പണിയപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി നോക്കാം.
ആ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വേറൊരാൾക്ക് യെശയ്യാപ്രവചനം 43-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. അവരെ തെരഞ്ഞെടുത്തോണ്ട് വന്ന അല്ലെ മുകളിൽ വായിക്കുന്നു, പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം സീനായി മരുഭൂമിയിൽ കൂടി എന്നാ നമുക്ക് വായിക്കുവാൻ കഴിയും. ലഫദീബിൽ നിന്ന് യാത്ര പുറപ്പെട്ടെന്നൊക്കെ വായിക്കുന്നു. 6-ാം വാക്യത്തിലേക്ക് വരികയും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. 4-ാം വാക്യത്തിൽ ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നതിന്റെ കാരണം എന്താ? ആ കാരണം ഇതൊക്കെയുള്ളൂ. 6-ാം വാക്യം, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാണെന്ന് മോശയോട് പറയുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ദൈവം ഇത് ഇസ്രായേലിന് കൊടുത്തൊരു പദവി, പുരോഹിത രാജ്യത്വം. രാജാവിന്റെ പുരോഹിതന്മാർ, കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ, രാജാവിന്റെ പുരോഹിതന്മാർ, പുരോഹിത രാജ്യത്വം. പിന്നെ അടുത്തത് വിശുദ്ധ ജനം. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകും. അടുത്ത വാക്യം എന്ന് വായിക്കുന്നത് യെശയ്യാപ്രവചനം 43-ാം അധ്യായം. എല്ലാവരും കേൾക്കണം കേട്ടോ. 43-ാമത്തെ അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. 43-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് അതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. 21-ാമത്തെ വാക്യം, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ ജനം, എനിക്ക് വേണ്ടി നിർമ്മിച്ചവ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജനം. ഈ 2 വേർഡ് നമ്മുടെ മനസ്സിലോട്ട് കാരണം ഇത് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജനം, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജനം, ഞാൻ നിർമ്മിച്ച ജനം, ഇവർ എന്റെ സ്തുതിയെ വർണ്ണിക്കും എന്നാണ് വായിക്കുന്നത്. എന്റെ ജനം എന്നെ വർണ്ണിക്കും. ആമേൻ. എന്റെ സ്തുതിയെ വിവരിക്കും. നമ്മൾ ഇവിടെ കാണുന്നത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. നമ്മളൊന്ന് വായിച്ചത് ആരൊക്കെയും വായിക്കാമല്ലോ. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ അതെ, തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്തു നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളെയോ ഇന്നെന്ന പോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന്. അവകാശ ജനം. Amen. അവകാശ ജനം.
തിരഞ്ഞെടുത്ത ജനം അല്ലേ? ഇതല്ലേ നമ്മൾ കണ്ടത്. അവകാശ ജനം, തിരഞ്ഞെടുത്ത ജനം, എന്റെ ജനം. ഇസ്രായേലിനെ പറ്റി പറഞ്ഞ ഈ പദം തന്നെയാണോ പത്രോസ് ഇവിടെ ഉപയോഗിക്കുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ കോടം. തിരഞ്ഞെടുത്തൊരു ജാതി, രാജകീയ പുരോഹിത വർഗവും, വിശുദ്ധ വംശവും, സ്വന്തം ജനവുമാകും. ഇതാരോടാ പറയുന്നത്? തന്റെ ഫസ്റ്റ് റീഡേഴ്സ് ആരാ? കഷ്ടതയിലൂടെ പോകുന്നവർ. അവരോട് ഈ പത്രോസ് വിളിച്ചു പറയും. എന്തുകൊണ്ടാണ് പത്രോസ് ഉപയോഗിക്കുന്നത്? കാരണം ഇവർക്കറിയാം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് ഈ വായനക്കാർക്കറിയാം. അതുകൊണ്ട് പറയുക. അപ്പം ഇവരോട് പറയുന്നത്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി. തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി. ഞാൻ അന്ധകാരം നോക്കി പിന്നീട് chosen people. എന്തുകൊണ്ടാണ് chosen ആകുന്നത്? Because God's loving initiative in bringing the church to himself. ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് മോശയോട് പറഞ്ഞു. 49-ാം അധ്യായത്തിൽ വായിക്കുന്ന ദൈവം ഇവരെ തെരഞ്ഞെടുക്കുവാനായി, ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുവാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ. അവരെ ഇരുമ്പുലയിൽ നിന്ന് വേർതിരിച്ചു എന്നാ വായിക്കുന്നത്, കൊണ്ടുവന്ന് വായിക്കും. തന്റെ ജനത്തെ ഇരുമ്പുലയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ വായിക്കുന്നത്. അപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരെ തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരെ തെരഞ്ഞെടുത്തത്. പഴയ നിയമത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ വിളിപ്പിച്ച് ചെങ്കടൽ കടത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ മരുഭൂമിയിൽ, സിനായി മരുഭൂമിയിൽ കൊണ്ടുവന്ന്, സീൻ മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവരോട് പറഞ്ഞ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. എന്നാൽ പുതിയ നിയമകാലത്ത് നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ മൂലക്കല്ലായി തീരുവാൻ മനുഷ്യർ തള്ളിയതെങ്കിലും മൂലക്കല്ലായി തീർന്ന ക്രിസ്തു, അടിക്കപ്പെട്ട ക്രിസ്തു, നിന്ദിക്കപ്പെട്ട ക്രിസ്തു, അവൻ മൂലക്കല്ലായിരിക്കുമ്പോൾ അവനോട് ചേർന്ന് പണിയുന്ന നാം മാന്യതയുള്ളവരാണ്. നിങ്ങൾ chosen people, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. God's initiative, loving initiative. ഉള്ളവരെ, നമ്മളെ തിരഞ്ഞെടുക്കുവാൻ്റെ പണം നമ്മളെന്നുമില്ല. നമ്മൾ യാതൊരു ക്വാളിറ്റിയും ഇല്ല. എന്താ ക്വാളിറ്റി? നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്കൊന്നുമില്ല. ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ കൃപ. chosen people, അതായത് ജാതി, തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി, തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി. അടുത്തത് റോയൽ പ്രീസ്റ്റ്. മുമ്പേ പറഞ്ഞതുപോലെ കിങ്സ് പ്രീസ്റ്റ്, രാജാവിന്റെ പുരോഹിതന്മാർ. രാജാവിന്റെ പുരോഹിതന്മാർ. ആരാണ് ഈ രാജാവ്? ഇത് പറയുമ്പോൾ ഈ വാക്യങ്ങൾക്ക് ഒരു പ്രത്യേകത. ഇത് ഇൻഡിവിജ്വലായിട്ടല്ല ഇത് പറയും. ഇതൊരു കളക്റ്റീവായിട്ടാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത് നമ്മളെ. കളക്റ്റീവ് എന്ന് വെച്ചാൽ ആസ് എ ഹോൾ, ചർച്ച് ആസ് എ ഹോൾ. ഞാൻ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവം കാണുന്ന എന്ന് പറയുന്നത്
വളരെ പ്രാധാന്യമുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. അടുത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രയേലിനെ മാറ്റിയിട്ട് നമുക്ക് തന്നെന്നുള്ളതല്ല ഇന്നത്തെ ഇഷ്യൂ. ഇസ്രയേലിനെ താൽക്കാലികമായി ടെമ്പററി ആയിട്ടൊന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മളത് വ്യക്തമായി പഠിക്കുന്നുണ്ട്. അവരുടെ സമയം വരുമ്പോൾ അവരത് ആ സ്ഥാനത്തേക്ക് വീണ്ടും കയറി വരും. എന്നാൽ അതിന് ഇൻ ബിറ്റ്വീൻ വന്നത് ദൈവത്തിന്റെ കൃപയാണ്. കൃപ. അപ്പൊ ഇന്ന് അവര് ചെയ്യേണ്ട ഫംഗ്ഷനാണ്. നമ്മൾ അതിന് മുമ്പേ പഠിച്ച വാക്യം എന്റെ കൂടെ വരണം. അതിന് മുമ്പേ പഠിച്ച വാക്യം അവർ തടങ്ങൽ പാറയും ഇടർച്ചക്കല്ലുമായി മാറിപ്പോയി. അതിൽ വീണ് ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയിലും വീണതവർ വീണുപോയി, തട്ടി വീണുപോയി. എന്നാൽ ദൈവത്തിന് എപ്പോഴും തന്റെ സ്തുതിയെ പ്രസ്താവിക്കേണ്ടതിനാ ഒരു ഗ്രൂപ്പിനെ ആവശ്യമുണ്ട്. അതാണ് ദൈവസഭ. ദൈവം താൽക്കാലികമായി റീപ്ലേസ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കേ. ലവിങ് ദ ഇനിഷ്യേറ്റീവ്, സ്നേഹത്തോടെ വന്ന് നമ്മളെ ഇനിഷ്യേറ്റീവ് എടുത്ത് ദൈവം തന്നെ വന്ന് തിരഞ്ഞെടുക്കുക. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു, ആർക്കെങ്കിലും ഇങ്ങനെ ഉള്ള കൂട്ടായ്മയിലൊക്കെ വരാൻ ഇഷ്ടമായിരുന്നു? ഇല്ല, ആർക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ദൈവം ഓരോ സാഹചര്യങ്ങളിൽ കൂടെ കടത്തി നമ്മളെല്ലാം ദൈവം രൂപാന്തരപ്പെടുത്തി അവന്റെ ആലയത്തോട് നമ്മളെ പണിയപ്പെടുത്തി. ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളും ദൈവം തന്റെ സ്നേഹത്തിന്റെ കരം നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇപ്പോഴത്തെ താൽക്കാലിക പ്രശ്നങ്ങളല്ല, നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ, ദൈവമക്കളായി തീരുവാൻ, ദൈവത്തിന്റെ കൃപയെ അനുഭവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചു ചേർത്തില്ല. രണ്ടാമത്തേത് റോയൽ പ്രീസ്റ്റ്, റോയൽ പ്രീസ്റ്റ്, ബോഡി ഓഫ് പ്രീസ്റ്റ്, രാജകീയ പുരോഹിതം. ഓക്കെ, അത് നമ്മുടെ ഡിഗ്നിറ്റിയെ കാണിക്കുക. അത് നമ്മുടെ പുരോഹിത ശുശ്രൂഷയെ കാണിക്കുക, സഭയുടെ പുരോഹിത ശുശ്രൂഷ. വേറൊരു ട്രാൻസ്ലേഷൻ അത് എനിക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിഞ്ഞു. അത് അത് പറയുന്നത്, യു are a chosen race, king's priesthood, a holy nation, a people destined for vindication. എടുക്കുവാൻ ദൈവം നോക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. ദൈവസഭയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോയൽ പ്രീസ്റ്റ്ഹുഡ്. എന്റെ പ്രീസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള ശുശ്രൂഷകൾ പ്രീസ്റ്റ് ചെയ്യുന്നുണ്ട്. യാഗം കഴിപ്പിക്കുവാൻ ജനങ്ങളുടെ യാഗത്തിന് നേതൃത്വം കൊടുക്കുന്നു, വചനം വിളിച്ചു പറയും, ഇതൊക്കെ വചനം വായിക്കണമെന്നും പറയണമെന്നും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പറയുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആരാധനയ്ക്ക് ഞാൻ ഒരു വ്യക്തിയായിട്ട് പറയുന്നത്, ആസ് എ ചർച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ലീഡ് ചെയ്യുക. അതുപോലെ തന്നെ വചനം ഘോഷിക്കുവാനും സഭ തയ്യാറാകുന്നു. അതാണ് ദൈവം ഇവിടെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Body of priest, corporate worship. ഒന്ന്, corporate worship, രാജകീയ പുരോഹിത വർഗം ചെയ്യുന്നത് corporate worship, കൂട്ടായിട്ടുള്ള ആരാധന. രണ്ടാമത്തേത് ഇന്റർസെഷൻ. പുരോഹിതൻ, പഴയകാലത്തെ പുരോഹിതൻ, പ്രത്യേകിച്ച് മഹാപുരോഹിതൻ, ആണ്ടിൽ ഒരിക്കൽ യാഗവുമായി കടന്നിയെന്ന, കയ്യിൽ രക്തവുമായി കടന്നിയെന്ന ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതേ ഫംഗ്ഷൻ സഭ ചെയ്യണം. മിനിസ്ട്രി. അപ്പൊ 3 കാര്യങ്ങളാണ് രാജകീയ പുരോഹിത വർഗം ചെയ്യണം. ഞാൻ പറഞ്ഞു, ചോസൻ പീപ്പിൾ, തെരഞ്ഞെടുക്കപ്പെട്ട ജനം. 2, ബോഡി ഓഫ് പ്രീസ്റ്റ്,
സഭയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൂട്ടായി നാം പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് തരത്തിലുള്ള ശുശ്രൂഷകൾ? ഒന്ന്, കോർപ്പറേറ്റ് വർഷിപ്പ്, കൂട്ടായിട്ടുള്ള ആരാധന. രണ്ട്, ഇന്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥന. മൂന്ന്, മിനിസ്ട്രി, ശുശ്രൂഷ. ഇത് രണ്ടും ഇത് മൂന്നും പ്രാധാന്യമുള്ളതാണ്. എന്താണ് കോർപ്പറേറ്റ് വർഷിപ്പ്? നമ്മളെല്ലാവരും വീടുകളിൽ ഇരുന്ന് ആരാധിക്കുന്നവര്. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നമ്മൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നാം ഓരോരുത്തരും കോർപ്പറേറ്റ് വന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരയ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ആർക്കെങ്കിലും സാധിക്കാത്തവരുണ്ടെങ്കിൽ ദൈവമേ അങ്ങനെയുള്ള ആരാധനകൾക്ക് പോകുവാൻ കർത്താവേ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് വന്ന് ചേർന്ന് ആരാധിക്കുന്ന ഈ ആരാധന എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കോർപ്പറേറ്റ് വർഷിപ്പ്. സഭയുടെ ചുമതലയാണ് മധ്യസ്ഥ പ്രാർത്ഥന. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയായി വരികയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയായി. മൂന്നാമത്തത് മിനിസ്ട്രി. അകത്തുള്ള ശുശ്രൂഷയുണ്ട്, പുറത്തോട്ടുള്ള ശുശ്രൂഷയുണ്ട്. അകത്ത് പാസ്റ്ററൽ കെയർ ഒക്കെ കൊടുക്കുമ്പോൾ, അന്യോന്യം ശുശ്രൂഷിക്കുമ്പോൾ, വെളിയിലേക്ക് ചെന്ന് ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. വചനം ഘോഷിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അകത്തിരുന്നാൽ അത് ദൈവസഭയുടെ ഭാഗികമായ ഫംഗ്ഷനാകുകയാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കണം. സഭയായും കുടുംബങ്ങളായും ദൈവത്തെ ശുശ്രൂഷിക്കണം. എങ്ങനെ ശുശ്രൂഷിക്കണം? നാം വചനം വെളിയിലേക്ക് കൊടുക്കണം. രക്ഷിക്കപ്പെടാത്തവരടുത്തേക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കണം. നമ്മുടെ വാക്കുകൾ മൂലം അത് കൊടുക്കണം. രണ്ട്, നമ്മുടെ പ്രാർത്ഥന മൂലം അത് കൊടുക്കണം. നമ്മുടെ ജീവിത സാക്ഷ്യം, നിലനിർത്തുന്ന ജീവിത സാക്ഷ്യം കൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളാകണം. ഞാൻ വീണ്ടും വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു, നമ്മൾ വെളിയിലേക്ക് പോകണം. ഫംഗ്ഷൻ നാം ചെയ്യണം. നമുക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചവരാ. അവരാരും അകത്ത് കയറിയിരുന്ന് ആ മാര്യമുറിയുടെ അനുഭവം അത് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. 120 പേർ കൂടി ഇരുന്ന് അന്യഭാഷ പറഞ്ഞു പോകുക മാത്രമല്ലായിരുന്നു ചെയ്തിരുന്നത്. അവരത് പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ചിതറപ്പെടുകയാണ്. സഭയ്ക്ക് എന്തുകൊണ്ട് പീഡനം വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ദൈവം പീഡനം അയച്ചവരെ ചിതറിച്ചു കളയുകയായിരുന്നു. കാരണം അല്ലെങ്കിൽ അവർ ആ യെരൂശലേമിന് ഇന്ന് നമ്മുടെ സഭകൾ, ഇന്ന് പെന്തക്കോസ്ത് സഭകളൊക്കെ ചെയ്യുന്നത് പോലെ മതിലിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പീഡനം വന്നപ്പോൾ അവർ ചിതറിപ്പോയവർ അവിടെ വചനം പ്രസംഗിച്ചു എന്ന വായിക്കുന്നത്. അപ്പം അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നൊരു ദൈവം. കാരണം എന്തെന്നറിയാം, ദൈവം സകല ജാതികളെയും സ്നേഹിക്കുന്നു, സകല മനുഷ്യരെയും സുവിശേഷം കേൾക്കണം. അപ്പൊ 3 കാര്യത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, കോർപ്പറേറ്റ് വർഷിപ്പ്, ഇന്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥന, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിനിസ്ട്രി ചെയ്യുക. മൂന്നാമത്തേത് ഹോളി നേഷൻ. എന്ന് പറയുമ്പോൾ വിശുദ്ധ വംശം എന്ന് വായിക്കുന്നത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി,
രാജകീയ പുരോഹിത വർഗം, ഞാനത് സംസാരിച്ചു. വിശുദ്ധ വംശം, അത് ഈ പത്രോസ് തന്നെ അതിന്റെ മുമ്പ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകില്ല, നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ ഈ വിശുദ്ധ വംശം പഴയ നിയമത്തിലെ ഇസ്രായേലിന് കൊടുത്ത അതേ പ്രിവിലേജ് എനിക്കും നിങ്ങൾക്കും തരികയാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധരത്തവണ്ണം അനുസരണമുള്ള മക്കളായി നടത്തി. വിശുദ്ധ വംശം. അശുദ്ധിക്ക് നാം സ്ഥാനം കൊടുക്കരുത്. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. വിശുദ്ധ വംശം. സ്വന്തം ജനം. സ്വന്തം ജനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. ഓക്കെ, പീപ്പിൾ ബിലോങ്ങിങ് ടു ഗോഡ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ പ്ലീസ്. രണ്ടിന്റെ 14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി, ആ വാക്യം, സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ കർത്താവിന്റെ ക്രൂശിൽ മരണം നമ്മളെ സ്വന്തം ജനമാക്കി. അത് ബ്ലഡിൽ നിന്നും ഉണ്ടായത്. ഇങ്ങനെ ഞാനൊന്ന് വായിക്കട്ടെ. He gave up his life to free us from every kind of sin. എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ നമ്മളെ മോചിച്ചു. He gave his life. അവൻ തന്റെ രക്തം നമുക്കായി തന്നു. അവൻ ജീവൻ തന്നു. നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും വിളിച്ചു. ശുദ്ധീകരിച്ചു. To make us his very own people. അവന്റെ സ്വന്തപരമായി തീരേണ്ടത്. Totally committed to doing God's deed. New Living Translation ഞാൻ വായിക്കുന്നു. സ്വന്തത്തിന്റെ പ്രത്യേകത totally committed to doing good deeds. കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ ടോട്ടൽ കമ്മിറ്റ്മെന്റിന് വേണ്ടി, സമ്പൂർണമായി സമർപ്പിക്കേണ്ടതിന് വേണ്ടി. സ്വന്തം ജനത്തിന്റെ വാക്കിന്റെ അർത്ഥമാണ് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട സ്വന്തം ജനം. 4 പ്രിവിലേജസ് അവിടെ തന്നിരിക്കും. ഇതൊക്കെയാണ്. ഒന്ന്, ജാതി, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. തിരഞ്ഞെടുപ്പിൽ ദൈവത്തിന്റെ സ്നേഹം കാണുന്നു. 2, രാജകീയ പുരോഹിത വർഗം. വിശുദ്ധ വംശം. സ്വന്തം ജനം. എന്തിനു വേണ്ടി? Totally committed doing good deeds. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് അന്തർലീനമായിരിക്കുന്ന ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം. ഇനിഷ്യേറ്റീവ് ഓഫ് ഗോഡ്, ലവിംഗ് ഇനിഷ്യേറ്റീവ്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ഒറിജിനേറ്റ് ചെയ്ത നമ്മളിലേക്ക് ഒഴുകി വന്ന ആ സ്നേഹമാണ് ചോസൻ പീപ്പിളിനെ കാണുന്നത്. 2, രാജകീയ പുരോഹിത വർഗം. അതിന്റെ അർത്ഥം വർഷിപ്പ് കൊടുക്കണം. കോർപ്പറേറ്റ് വർഷിപ്പ്, കോർപ്പറേറ്റ് ഇന്റർസെഷൻ. നമ്മൾ സഭയായി കൂടുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെടാത്തവരെ കാണുകയും വേണം കേട്ടോ. 3, എന്താ പറയുമ്പോ മിനിസ്ട്രി, ശുശ്രൂഷ ചെയ്യണം. അവർ സഭയുടെ ഫംഗ്ഷനാണ്. വിശുദ്ധ വംശം. നേരത്തെ വാക്യം പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധനാകിയാൽ അതൊരു ഹോളി നേഷൻ. ഈ പ്രിവിലേജ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടു പോയി.
അതിന് പകരമായി എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. പക്ഷെ അത് താൽക്കാലികമായിട്ടാണ്. അതും ദൈവസഭയുടെ പ്രത്യേകതയല്ല, താൽക്കാലികം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പിന്നെയും ഇതേ സ്ഥാനത്തേക്ക് അവരെ വീണ്ടും കൈക്കൊള്ളുകയില്ല. സ്വന്തം ജനം, ഞാൻ ഇംഗ്ലീഷ് വായിച്ചുവല്ലോ, അവൻ നമ്മുടെ പാപങ്ങളെ കഴുകിയത്, നമ്മളെ വിശുദ്ധീകരിച്ചത്, അവന്റെ സ്വന്തം ജീവൻ നമുക്കായി തന്നത്. എന്തിനു വേണ്ടി? നമ്മളെ സ്വന്തമാക്കുവാൻ. സ്വന്തമാക്കുന്നത് മാത്രമല്ല, ആ സ്വന്തത്തിൽ നിന്നുകൊണ്ട് ദൈവം ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നു. എന്താണെന്നറിയാമോ? ടോട്ടലി കമ്മിറ്റഡ് ടു ഡൂയിങ് ഗോഡ്സ് വിൽ. കർത്താവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും ടോട്ടലി കമ്മിറ്റ് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ടോട്ടലി കമ്മിറ്റഡ്. സമയത്ത് ഇവിടെ കമ്മിറ്റ്മെന്റ് ദൈവമായിട്ട് എങ്ങനെ? നമ്മളെ എവിടുന്നാ വിളിച്ചത്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അന്ധകാരത്തിൽ. അന്ധകാരം എന്ന് പറയുന്ന ഒരു ഒന്നിൻ്റെ അകത്ത് ഒരു മീനിങ് ഇഗ്നറൻസിൽ നിന്ന് വിളിച്ച് കൊള്ളുക. മൂക ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. നമ്മളെല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നു. ഇയേഴ്സ് ബാക്കിൽ പോയാൽ അതെല്ലാം നമ്മുടെ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ദൈവത്തിന് ആ അന്ധകാരത്തിൽ, ആത്മീയമായ അന്ധതയിൽ നിന്ന്, കൂരിരുട്ടിൽ നിന്ന്, പാപത്തിന്റെ ചേറ്റിൽ നിന്ന്, പാപത്തിന്റെ ആഴത്തിൽ നിന്ന്, ഭൂതങ്ങളുടെയും പിശാചുകളുടെയും പിടിയിൽ നിന്ന്, അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, പലതരത്തിലുള്ള ശാപങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. ഇപ്പൊ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന എന്താ? അത്ഭുത പ്രകാശത്തിലേക്ക്. അത്ഭുത പ്രകാശം പറയുമ്പോൾ marvelous light, അത്ഭുത പ്രകാശം. But you are not like that. You are chosen people. You are royal priest, holy nation, very own possession. And as a result, you can show others goodness of God. And he called you out of darkness into the wonderful light. Wonderful light. Wonderful light. Show you. He called you out of darkness into his wonderful light. അവന്റെ മഹത്വകരമായ ആ പ്രകാശത്തിലേക്ക് നമ്മൾ നടക്കുക. കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകട്ടെ. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. Once you had no identity, മുമ്പേ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. Once you had no identity as God's people, identity as God's people, ഒരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു. ഇന്ന് നമ്മളെ കാണുന്നത് ക്രിസ്തുവിനോട് ഐഡന്റിറ്റി. ആ തിരിച്ചറിയൽ കാർഡാണ് നമുക്കുള്ളത്, ആ നെയ്മാണ് നമുക്കുള്ളത്. Now you are God's people. അന്ന് നമുക്ക് കൃപയില്ലായിരുന്നു. And now you have received God's mercy. കരുണ, കൃപ നമുക്ക് ലഭിച്ചു. എത്ര വ്യത്യാസം! ഈ ജനങ്ങളോട് പറയുക, വളരെയധികം ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് എന്റെ സഹോദരങ്ങളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുമ്പോഴുള്ളത്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഐഡന്റിറ്റി. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. നമുക്ക് ഐഡന്റിറ്റി തന്നിരിക്കുക. ഇന്ന് നമ്മൾ അന്യന്മാരല്ല, പരദേശികളല്ല. ലോകത്ത് നമ്മൾ പരദേശികളാണെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഉന്നതനായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സുറയ്ക്കാം.
നമ്മുടെ പ്രശ്നങ്ങൾ സാരമില്ല. നമ്മൾ ആരാണ്? ഈ റോയൽ പ്രീസ്റ്റ്, ഹോളി നേഷൻ, ദൈവത്തിന്റെ ഓൺ പൊസഷൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് നമുക്ക് വിളിച്ചു പറ്റുവാൻ കഴിയും. നമ്മൾ ദൈവത്തിൽ വിലയേറിയവരാണ്. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വിലയേറിയനായി എണ്ണിയിരിക്കുന്നു, മാന്യനായി എണ്ണിയിരിക്കുന്നു. അതേ പദം തന്നെ നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവം പറയുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതിനേക്കാൾ അതീതമായി ദൈവത്തിന്റെ ആഴമേറിയ ആ പ്രൊവിഷൻസ്, അവൻ തന്നിരിക്കുന്ന പദവികൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മുടെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാനായി ദൈവം തന്നിരിക്കുന്ന വിലയേറിയ വചനങ്ങൾക്കായി സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാന്റെ ഗുണം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്ന പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ വംശവും സ്വന്തം ജനവും നമ്മുടെ തലകളെ ഒന്ന് ഉണക്കുവാൻ കഴിയും. നമ്മൾ വാക്ക് പ്രാർത്ഥിക്കുവാനായി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങളുടെ പ്രിവിലേജുകൾ എത്ര മനോഹരമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഭാരതീയൻ മഹർഷിമാർ അവരാഗ്രഹിച്ചു. അനേക കർത്താവേ മതങ്ങൾ അതിനായി വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെ നീ തന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ സ്നേഹത്തിനായി സ്തോത്രം. ഇരുട്ടിൽ നിന്ന് കൈപിടിച്ച് ഞങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി ആ ക്രിസ്തുവാകുന്ന ആ മൂലക്കല്ലിന്മേൽ പണിത് ഞങ്ങളെ ജീവനുള്ള കല്ലുകളാക്കി ഞങ്ങളെ പുരോഹിതന്മാരും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആക്കി തീർത്ത നിന്റെ ദയയ്ക്കായി സ്തോത്രം. ആ പ്രിവിലേജ് ഉള്ളപ്പോൾ കർത്താവെ പലപ്പോഴും ഞങ്ങൾ നിന്നിൽ അവിശ്വസിക്കുകയും ഞങ്ങൾ പലപ്പോഴും നിന്നിൽ കർത്താവെ പ്രശ്നങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും നിന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ആ ടെൻഡൻസി കർത്താവെ ആ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവണതകളും ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ കർത്താവെ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. നിന്റെ ഇനിഷ്യേറ്റീവ് ലവ്, ഹല്ലേലൂയ. ആ സ്നേഹത്തിനായി സ്തോത്രം, ഹല്ലേലൂയ. നീ തന്നെ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നീ തന്നെ നിന്റെ ജനമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. Seeking first the kingdom of God and his righteousness, and all these things shall be added unto you. കർത്താവേ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഈ രാത്രിയിൽ കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ വചനം കേൾപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അവരുടെ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, നീ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ കൃപ ഞങ്ങൾക്ക് തന്നാട്ടെ. ലീഡിയവരുടെ ഭക്തരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.